ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് ജാഫറും അതുപോലെ നമ്മുടെ അഞ്ജലി വക്കീലും കൂടി കോടതിയുടെ മുമ്പിൽ വെച്ച് പത്മയെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഇതിനിടയിൽ തൻ്റെ കയ്യിൽ നിന്ന് ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റി വീണ്ടും പോയി അത് ചെയ്ത് അമ്മായി ആണെന്നുള്ള കാര്യമൊക്കെ അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പത്മ വേറൊരു വേഷത്തിൽ അഞ്ജലിയുടെയും ജാഫറിന്റെ മുമ്പിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ ഇത് എങ്ങനെ, അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമല്ല. പത്മ ഇങ്ങനെ ഒരു വേഷത്തിൽ ഇവിടെ എത്തുമെന്നും ഈ ഒരു സമയത്ത് എത്തുമെന്നൊന്നും അഞ്ജലി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതെങ്ങനെ, ആരാണ് പത്മയെ സംരക്ഷിച്ചത് എന്ന് അവസാനം തിരിച്ചറിയുകയാണ്. അപ്പോൾ താനാണ് സംരക്ഷിച്ചത്, എന്തുകൊണ്ടാണ് സംരക്ഷിച്ചത് എന്ന് അർജുൻ അഞ്ജലിയോട് പറയാണ് കേട്ടോ. അപ്പോൾ പത്മയെ കൊല്ലാനായിട്ട് ഗുണ്ടകൾ വരികയും അവിടുന്ന് രക്ഷിച്ചതാണ് അർജുൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് അല്ലേ. എന്താണെങ്കിലും നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്, വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മായി വീട്ടിൽ ആര്യയ്ക്ക് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചു വരുത്താനായിട്ട് നോക്കുമ്പോൾ അവിടെ ആര്യയെ കാണുന്നില്ല അല്ലേ. കാരണം ആര്യനെയും കൂട്ടിയിട്ടാണ് കോടതിയിലേക്ക് നമ്മുടെ അഞ്ജലിക്കുട്ടി എത്തിയിട്ടുള്ളത്. കാരണം അവിടെ വെച്ച് ആര്യയുടെ അച്ഛനെ കാണാനും കാര്യങ്ങൾ ബോധിപ്പിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അമ്മായി മനസ്സിലാക്കും. അമ്മായി പ്രൊമോയിൽ പറയുന്നുണ്ട്, അവൾ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ആര്യമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അവൾക്ക് സമ്മതിക്കില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വളരെ ദേഷ്യം തോന്നുന്ന സംഭവമുണ്ട്. അമ്മായി എത്ര വലിയ ചതിയാണ് നമ്മുടെ അഞ്ജലിയോട് ചെയ്തിട്ടുള്ളത് അല്ലേ. എന്താണെങ്കിലും അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. ഒരു പക്ഷേ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ മിക്കവാറും അഞ്ജലി പറയും, ഇല്ലെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് തിരിച്ചു കൊണ്ട് തന്നേ പറ്റത്തുള്ളൂ, ഏത് വഴിയാണെങ്കിലും നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ മിക്കവാറും അഞ്ജലി പറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും ആദ്യത്തെ സീന് പ്രൊമോയിൽ അമ്മായി ആര്യനെയും കൊണ്ട് അഞ്ജലി പോയതിനെ പറ്റി ശകുന്തളാമ്മയോട് കിടന്ന് പറയുന്നൊരു സീനാട്ടോ കേട്ടോ ആദ്യം കാട്ടിയത്. പക്ഷെ പിന്നീട് കാട്ടിയൊരു സീൻ എന്ന് പറയുന്നത് നമുക്ക് ചില സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. കാരണം ഒരാൾ ഫോണിൽ അർജുനോട് പറയുകയാണ്, അവളെ കിട്ടിയെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവളെ വെച്ച് വേണം എനിക്ക് വില പേശാനെന്ന് പറയുന്നത്. അതാരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു അവ്യക്തത അതിൽ തോന്നി. ഇതാരാണ്, എന്തിനാണ് അർജുനോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷം പ്രൊമോ കണ്ടപ്പോൾ ഒന്ന് ആലോചിച്ചു പോയി കേട്ടോ. എന്താണെങ്കിലും അത് അർജുനോടാണ് സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് പ്രൊമോയിൽ തോന്നിയത് അല്ലേ. എന്താണെങ്കിലും അങ്ങനെ സീൻ കണ്ടു. എന്താണെങ്കിലും ഏറ്റവും അവസാന ഭാഗത്ത് പത്മ വളരെ സന്തോഷത്തിൽ പോകുന്ന ആ സമയത്ത് അർജുൻ പറയുന്നത്, ഞാൻ രാജീവാണ് കേട്ടോ, അഞ്ജലിയോട് പറയരുത്. കാരണം അർജുൻ ആരാണെന്നുള്ള സത്യവും സംഭവങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു പത്മയോട് നമ്മൾ അർജുൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം രാജീവാണ് എന്ന രീതിയിൽ തന്നെ അഞ്ജലിയോട് പറയാവുള്ളൂ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ് കേട്ടോ. പത്മയെ വെച്ച് രാഘവനുണ്ണിയോട് വില പേശണം എന്നാണ് അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും അതൊരു അവ്യക്തമായി ഇന്ന് പ്രൊമോയിൽ തുടരുകയാണ് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ശുഭരാത്രി.